പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റാൻഡി ഓർട്ടൻ്റെ റസൽമേനിയ 42 പദ്ധതി എങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം റസൽമേനിയ 42 റാൻഡി ഓർട്ടന് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം ലഭിച്ചിട്ടുണ്ട്. 2026 മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ റാൻഡി ഓർട്ടന് വിജയിക്കാൻ സാധിച്ചതുകൊണ്ടാണ് റാൻഡി ഓർട്ടന് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റാൻഡി ഓർട്ടൻ എന്തായാലും ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോൾ റാൻഡി ഓർട്ടൻ ഫേസ് ആയിരിക്കുമോ ഹീലായിരിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംശയം. നിലവിൽ WWE കറസ്പോണ്ടൻ്റായ സാം എന്ന് പറയുന്ന വ്യക്തി പങ്കുവെക്കുന്ന ഒരു അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ റാൻഡി ഓർട്ടൻ കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിനായിരിക്കും റസൽമേനിയ 42 ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ കൈവശമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. കൂടാതെ ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സിനെതിരെ ഡ്രൂ മാക്കിൻറ്റയർ ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ WWE കറസ്പോണ്ടൻ്റായ സാം പറയാൻ ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് ഡ്രൂ മാക്കിൻറ്റയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആകും. ഇതേ കോഡി റോഡ്സ് റസൽമേനിയ 42 നിലവിലെ നമ്പർ 1 കണ്ടൻഡറായ റാൻഡി ഓർട്ടനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നതുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അവിടം കൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കോഡി റോഡ്സ് വില്ലനായിരിക്കും എന്നുള്ളതും അതൊരു മെഗാ വില്ലനായിരിക്കും എന്നുള്ളതും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഹീലായിട്ടുള്ള കോഡി റോഡ്സും ഫേസ് ആയിട്ടുള്ള റാൻഡി ഓർട്ടനും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും റസൽമേനിയ 42 നടക്കാൻ സാധ്യത ഏറെ ഉള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൻ തമ്മിലുള്ള മത്സരമായിരിക്കും റസൽമേനിയ 42 നടക്കാൻ പോകുന്നത്. വില്ലനായിട്ടുള്ള കോഡി റോഡ്സ് നായകനായിട്ടുള്ള റാൻഡി ഓർട്ടനെതിരെ മത്സരിക്കുമ്പോൾ ആർക്കായിരിക്കും വിജയസാധ്യത കൂടുതൽ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരം വിജയിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ റാൻഡി ഓർട്ടൻ പങ്കുവെക്കുന്ന അഭിപ്രായം 15ാമത്തേത് അടുത്തതാണ് എന്നുള്ളതാണ്. അതായത് നിലവിലെ 14 തവണ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള റാൻഡി ഓർട്ടൻ 15ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാൻ പോകുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വളരെ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് കൊല്ലമായിട്ട് കോൺഫിഡൻ്റ് ഇല്ലാതിരുന്ന റാൻഡി ഓർട്ടൻ തൻ്റെ കരിയറിലെ 15ാമത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റസൽമേനിയ 42 നേടിയെടുക്കുമെന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ കോൺഫിഡൻ്റായി റാൻഡി ഓർട്ടൻ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് റസൽമേനിയ 42 ചാമ്പ്യൻ ആകാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീതിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.